ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ 5-അംഗ സംഘമെന്ന സൂചന. ക്ലർക്ക് സംഗീതിനൊപ്പം തട്ടിപ്പിന് നേതൃത്വം നൽകിയതിൽ ലോട്ടറി വകുപ്പിലെ ഉന്നതനുമുണ്ടെന്നാണ് വിവരം. ആഭ്യന്തര അന്വേഷണ സംഘം വകുപ്പ് ഡയറക്ടർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത്. അർദ്ധവാർഷിക ഓഡിറ്റിൽ തട്ടിപ്പ് പുറത്തു വരാതിരിക്കാൻ ക്യാഷ് ബുക്കിലും കൃത്രിമത്വം വരുത്തി. വിവരങ്ങളുമായി പ്രജിത് മോഹനൊപ്പം ചെയ്യുന്നു. പ്രജിത്ത്, ഈ വാർത്ത പുറത്തുവിടുമ്പോൾ തന്നെ സംശയമുണ്ടായിരുന്നു, കേവലം ഒരു ക്ലർക്കിന് ഇത്രയും വലിയ തുക എങ്ങനെ അനായാസം തട്ടിപ്പ് നടത്താനാകും എന്ന്. ഇപ്പോൾ 5-അംഗ സംഘമെന്നും അതിലൊരു ഉന്നതനുണ്ടെന്നുമൊക്കെയുള്ള സംശയങ്ങൾ വരുന്നു. കൃഷ്ണരാജ് സൂചിപ്പിച്ചത് തന്നെയാണ്. കാരണം ഈ വാർത്ത ആദ്യമായി നമ്മളുടെ മുന്നിലേക്ക് എത്തുമ്പോഴും നമ്മളും പ്രകടിപ്പിച്ചൊരു സംശയം അത് തന്നെയാണ്. എങ്ങനെയാണ് ഒരു ക്ലർക്കായ ഉദ്യോഗസ്ഥന് ഇത്രയധികം നൂലാമാലകളും റെഡ് ടേപ്പും ഒക്കെ ഉള്ള ഒരു സംവിധാനത്തിനകത്ത് ഇത്രയധികം പണം തട്ടിയെടുക്കാൻ കഴിയുക എന്നുള്ളത്? അതും രണ്ട് രീതിയിലാണ് തട്ടിപ്പ് നടന്നത്. ഒന്ന്, ക്ഷേമനിധി ബോർഡിന്റെ അക്കൗണ്ടിൽ നിന്നുള്ള പണം ഈ പറയുന്ന സംഗീത് എന്ന് പറയുന്ന ക്ലർക്ക് അയാളുടെ വീട് നിർമ്മിച്ച കോൺട്രാക്ടറുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി എന്നുള്ളതായിരുന്നു. പിന്നീട് കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വന്നു. ഏതാണ്ട് 40ഓളം ചെക്കുകൾ സ്വന്തം പേരിൽ മാറിയെടുത്തു എന്നുള്ള മറ്റൊരു ഗുരുതരമായ വീഴ്ചയും എന്നുള്ളതാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഈ ചെക്കുകൾ മാറിയെടുക്കുന്നതിൽ ആദ്യം ഈ ക്ലർക്കിന്റെ മുന്നിലാണ് ഈ ഫയൽ എത്തുന്നതെങ്കിലും പിന്നീട് വിവിധ ഉദ്യോഗസ്ഥർ, ഇപ്പോൾ ഒരു ജോയിന്റ് സൂപ്രണ്ട്, പിന്നീട് സൂപ്പർവൈസറി തസ്തികയിലുള്ള വെൽഫെയർ ഓഫീസർ, അതിനുശേഷം വകുപ്പിലെ ഡയറക്ടർ അടക്കമുള്ളവരുടെ ഒരു സമ്മതവും അല്ലെങ്കിൽ അവരുടെ നോട്ടുകളുമൊക്കെ ഇതിന്റെ നടപടിക്രമങ്ങളിൽ വളരെ നിർണായകമാണ്. അതിനുശേഷം മാത്രമാണ് ഇത്തരം ചെക്കുകളൊക്കെ മാറിയെടുക്കുന്നതിനുമൊക്കെ സാധിക്കുന്നത്. അപ്പോൾ ഒരു ഉദ്യോഗസ്ഥന് മാത്രമായി ഇത്രയും വലിയൊരു തട്ടിപ്പ് നടത്താൻ കഴിയില്ല എന്നുള്ളത് അന്ന് തന്നെ സംശയം ജനിപ്പിച്ചതാണ്. ഏതാണ്ട് 2 കോടിയോളം രൂപയാണ് ഈ 2 മാർഗങ്ങളിലൂടെ തട്ടിയെടുത്തതായി വ്യക്തമായിരിക്കുന്നത്. ഇതിൽ ഈ ആഭ്യന്തര അന്വേഷണം ഒരു ലോട്ടറി ക്ഷേമനിധി ബോർഡ് നടത്തിയിരുന്നു. ആ KS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഈ അന്വേഷണത്തിലാണ് ഏതാണ്ട് ഈ വകുപ്പിലെ ലോട്ടറി ക്ഷേമനിധി വകുപ്പിലെ അന്ന് ഈ 2018-19 കാലയളവും അതിനുശേഷവും ഉണ്ടായിരുന്ന 5ഓളം ഉദ്യോഗസ്ഥർക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ട് എന്നുള്ളൊരു വിവരം കണ്ടെത്തിയതായി ഒരു സൂചന നമുക്ക് ലഭിക്കുന്നത്. അതിൽ തന്നെ ഏറ്റവും ഗൗരവമായ കാര്യം, ഈ ലോട്ടറി വകുപ്പിലെ ഒരു ഉന്നതൻ ഇതിന്റെ പേരും ഈ പറയുന്ന അന്വേഷണ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. അതും പ്രാഥമിക വിവരമാണ്, പക്ഷേ വളരെ ഗൗരവമായ ഒരു കാര്യമാണ് എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. വകുപ്പിലെ ഉന്നതൻ പോലും ഈ പറയുന്ന ഒരു തട്ടിപ്പിന് കൂട്ടുനിന്നോ അല്ലെങ്കിൽ അത് കണ്ടിട്ടും കണ്ണടച്ചോ എന്നുള്ളൊരു ചോദ്യം വളരെ ഗൗരവമാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ പ്രതികരണങ്ങൾക്കൊക്കെ ഉള്ള സാധ്യത ഇന്ന് നമ്മൾ കാണുന്നുണ്ട്. ലോട്ടറി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്താനുള്ള സാധ്യത നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകുമെന്നുള്ള കാര്യവും വ്യക്തമായിട്ടുണ്ട്. വിജിലൻസ് അന്വേഷണം ഒരു വശത്ത് നടക്കുന്നു, ധനകാര്യ വിഭാഗത്തിന്റെ പരിശോധന ഒരു വശത്ത് നടക്കുന്നു. അതിനൊപ്പം തന്നെയാണ് ഇപ്പോൾ ഈ ആഭ്യന്തര അന്വേഷണ സമിതിയുടെ റിപ്പോർട്ടിലെ പ്രാഥമിക വിവരങ്ങളും നമ്മൾ പുറത്തുവിടുന്നത്. ഈ തട്ടിപ്പ് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങളും പുറത്തുവിടുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ വളരെ റിഗ്രസ് ആയിട്ടുള്ള ഓഡിറ്റിംഗ് സംവിധാനങ്ങളൊക്കെ നിലനിൽക്കുന്ന വകുപ്പുകളാണ് ഇതൊക്കെ. കാരണം കോടാനുകോടികൾ മറിയുന്ന സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ് ലോട്ടറി എന്നുള്ളത്. അതുകൊണ്ട് തന്നെ അതിന്റെ ക്ഷേമനിധി ബോർഡുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള നടപടിക്രമങ്ങൾക്കും വലിയ കാർക്കശ്യമുണ്ട്. പക്ഷേ ഓഡിറ്റിംഗ് വിഭാഗത്തെയും അതിസമർത്ഥമായി ഈ തട്ടിപ്പുകാർ പറ്റിച്ചു എന്നുള്ളതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. അർദ്ധവാർഷിക ഓഡിറ്റിംഗ്, അതായത് വർഷത്തിൽ 2 തവണയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഓഡിറ്റിംഗ് നടക്കുന്നത്. ഈ സാധാരണഗതിയിൽ ചെക്ക് ബുക്കുകളൊക്കെ മാറുന്ന സമയത്ത് അത് ക്യാഷ് ബുക്കിലൊക്കെ രേഖപ്പെടുത്തി അതിന്റെ വിശദാംശങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിക്കേണ്ടതുണ്ട്. പക്ഷേ മനസ്സിലാക്കുന്ന വിവരം, പുറത്തുവരുന്ന വിവരം അനുസരിച്ച് ഈ ക്യാഷ് ബുക്കിൽ ഓഡിറ്റിംഗ് നടക്കുന്ന സമയത്ത് ഈ ക്യാഷ് ബുക്കിലെ വിവരങ്ങൾ തിരുത്തി അത് ഫോട്ടോസ്റ്റാറ്റ് എടുത്താണ് ഓഡിറ്റിംഗ് വിഭാഗത്തിന് നൽകിക്കൊണ്ടിരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഓഡിറ്റിംഗ് വിഭാഗത്തിനും ഈ തട്ടിപ്പുകൾ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പിന്നീട് ഇപ്പോൾ ഈ സസ്പെൻഷനിൽ കഴിയുകയാണ് ഈ സംഗീത് എന്ന് പറയുന്ന ക്ലർക്കായിട്ടുള്ള തട്ടിപ്പ് നടത്തിയതിൽ ഏറ്റവും അല്ലെങ്കിൽ പേര് പുറത്തു വന്നിട്ടുള്ള ഉദ്യോഗസ്ഥൻ. അയാൾ സസ്പെൻഷനിലായിരിക്കുന്നത് ഒരു അവധി എടുക്കാൻ വേണ്ടി വകുപ്പ് ഡയറക്ടറുടെ അടക്കം വ്യാജ സീലുകൾ തയ്യാറാക്കി എന്നുള്ളൊരു പരാതിയുടെ പുറത്താണ്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് നടന്ന പരിശോധനകൾക്കൊടുവിലാണ് വിജിലൻസ് സംഘം ഇത്തരത്തിലൊരു വലിയ തട്ടിപ്പ് ഇയാളുടെ നേതൃത്വത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അങ്ങനെ പിന്നീടാണ് ഈ പരിശോധനകളൊക്കെ ഇങ്ങനെ പുരോഗമിക്കുന്നതും കൂടുതൽ തട്ടിപ്പുകൾ പുറത്തു വരുന്നതും 40ഓളം ചെക്കുകൾ ഇയാൾ സ്വന്തം പേരിൽ മാറിയെടുത്തു എന്നടക്കമുള്ള കണ്ടെത്തലുകൾ വരുന്നത്. ഈ പരിശോധനകളും അന്വേഷണങ്ങളും പുരോഗമിക്കുമ്പോൾ വകുപ്പിലെ കൂടുതൽ ഉദ്യോഗസ്ഥർ ഇതിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു ഗൗരവമായ കണ്ടെത്തലിലേക്ക് ആഭ്യന്തര അന്വേഷണ സമിതി പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം. അതിന് വലിയൊരു തട്ടിപ്പ് നടന്നിരിക്കുന്നു ലോട്ടറി ക്ഷേമനിധി ബോർഡിൽ. ആ തട്ടിപ്പിന് ഒരു 4-5 ഉദ്യോഗസ്ഥർ നേതൃത്വം നൽകി എന്നുള്ളതാണ്. അതിൽ ഒപ്പം വകുപ്പിലെ ഒരു ഉന്നതനായ ഉദ്യോഗസ്ഥരും ഇതിലുണ്ട് എന്ന് പറയുമ്പോൾ ഈ ലോട്ടറി ക്ഷേമനിധി തട്ടിപ്പിന് പിന്നിൽ വകുപ്പിലെ 5-അംഗ സംഘമെന്നാണ് വിവരം. അതിൽ ഒരു ക്ലർക്ക് മാത്രമല്ല ഉന്നതനുമുണ്ട് എന്ന് വിവരം വരുന്നു. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു പ്രജിത് മോഹൻ.